എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തുടരുന്നത് ഹൃദയരാഗം എന്ന പ്രണയകഥയുടെ 4ാം ഭാഗമാണ്. നിന്നെ ഇവിടെ വെച്ച് ഒരു മിന്നു കെട്ടി വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ തോന്നുന്നു. അവളുടെ മുഖത്ത് ഒരു ചിരി മിന്നിമാഞ്ഞു. അതോ എനിക്ക് തോന്നിയതാണോ? അയ്യടാ, ഒരു തമാശ. നടക്കിങ്ങോട്ട്. അവൾ എന്റെ വയറ്റത്ത് ഒരു ടീ തന്നിട്ട് പറഞ്ഞു. ഹുയോ, വെറും വയറാണ്, ഒന്നും കഴിച്ചില്ല. ഞാൻ എന്റെ വയറ്റത്ത് ഉഴിഞ്ഞു പറഞ്ഞു. സ്മാർട്ടായിട്ടുണ്ടല്ലോ ഇന്ന്. സ്ഥിരം പെൺപിള്ളേർ വല്ലതും കാണും അല്ലേ? ഓഹ്, നടക്കട്ടെ. അവൾ എന്നെയാക്കി ഒരു നോട്ടം നോക്കി സ്റ്റെപ്പിനടുത്തേക്ക് നടന്നു. ഞാൻ അവൾ നടന്നു പോകുന്നത് നോക്കി നിന്നു. ഞാനും സ്റ്റെപ്പിനടുത്തേക്ക് നടന്നു. കുർബാനയ്ക്ക് നല്ല തിരക്കായിരുന്നു. അവൾ എവിടെയാണ് ഇരുന്നത് എന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. കുർബാന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി ഞാൻ കാറിനടുത്ത് കാത്തുനിന്നു. തിരക്ക് അല്പം കുറഞ്ഞ ശേഷം അവളും ഇറങ്ങി വന്നു. എന്നാ പോകുവല്ലേ ഇച്ചായ? ഇച്ചായനോ? ഏതു വകയിൽ? ഇയാളല്ലേ പറഞ്ഞത് എന്നെ കെട്ടിക്കൊണ്ടുപോകുമെന്ന്? അവൾ എന്നെ നോക്കി പറഞ്ഞു. ഹാ, അതപ്പോ? ഞാൻ കാറിനകത്ത് കയറി പറഞ്ഞു. ഇയാളെന്താ മനുഷ്യനാ? ഇങ്ങനെ വാക്ക് മാറ്റി പറയുന്ന ഒരാൾ. അവൾ കാറിൽ കയറി സാരി ഡോറിനടുത്ത് നിന്ന് മാറ്റിപ്പിടിച്ച് ഡോർ അടച്ചു. ഇന്നെന്താ ഉണ്ടാക്കി തരാൻ പോകുന്നത്? ഞാൻ ചോദിച്ചു. ഇത് ശീലമാക്കാൻ പോവാണോ? ഇന്നലെ അങ്ങനെ ചെയ്തെന്ന് വെച്ച് അവളുടെ കുസൃതി നിറഞ്ഞ ദേഷ്യം വീണ്ടും കാണിച്ചു. ശീലമായാൽ കൊള്ളാം എന്നൊക്കെയുണ്ട്. ഞാൻ സ്റ്റീറിംഗിൽ കൈവച്ച് തട്ടിക്കൊണ്ട് പറഞ്ഞു. ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ. ഞാൻ കഴിക്കാം സാർ, നോൺ വെജ് വല്ലതും ഉണ്ടാക്ക്. അവൾ പല്ല് മുഴുവൻ കാണിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പുല്ല്. ഞാൻ വീട് ലക്ഷ്യമാക്കി കാർ ഓടിച്ചു. വീട്ടിലെത്തിയ ശേഷം ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് ചോറും ഓംലറ്റും പോരെ? നോൺ വെജ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഓംലറ്റ് വെച്ച് ഒതുക്കാൻ പോവാണോ? പറ്റില്ല, എനിക്ക് ബീഫ് തന്നെ വേണം, അവൾ തീർത്തു പറഞ്ഞു. നീയാരാ പാലാക്കാരി അച്ചായത്തിയോ ബീഫ് മാത്രം കഴിക്കാൻ? എനിക്ക് ബീഫ് ഇഷ്ടമാ. നീ ഉണ്ടാക്കേണ്ടി വരും, ഞാൻ മേടിച്ചോണ്ട് വരാം. വാക്കു പറഞ്ഞാൽ പാലിക്കണം. പുല്ല്. ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നതിനിടയിൽ വീണ്ടും പറഞ്ഞു. ഞാൻ ബീഫ് വാങ്ങാനായി സൂപ്പർമാർക്കറ്റിലേക്ക് ഇറങ്ങി. നീ ഇവിടെ എന്തെടുക്കുകയാ? ഈ ബീഫ് ഒന്ന് കഴുകിയെടുക്ക്. അടുക്കളയിൽ അവളെ കാണാഞ്ഞിട്ട് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. എടിയെ, നീ എവിടെ? കാണാഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി വിളിച്ചു. മറുപടി ഒന്നും കാണാത്തതുകൊണ്ട് ഞാൻ അവളെ ഓരോ മുറിയിലായി നോക്കാൻ തുടങ്ങി. 3 മുറികളാണുള്ളത്. 2 എണ്ണം മാത്രമേ സ്ഥിരമായി ഉപയോഗിക്കാറുള്ളൂ. ഒരെണ്ണം എന്റേത്, മറ്റേത് അമ്മയുടെ മുറി. ഒരെണ്ണം അനിയത്തി വരുമ്പോൾ അവളുടെ ഫാമിലിക്ക്. എന്റെ മുറിയുടെ വാതിൽ പാതി ചാരിയിട്ടേക്കുന്നത് കണ്ടപ്പോൾ അവൾ അതിനകത്തുണ്ടെന്ന് എനിക്കുറപ്പായി. ഞാൻ ശബ്ദമുണ്ടാക്കാതെ വാതിൽ പതിയെ തുറന്നു. ടേബിളിന് സമീപത്തിട്ടിരിക്കുന്ന കസേരയിൽ ഇരുന്ന് ബുക്സ് മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ. ഞാൻ പതിയെ അടുത്തേക്ക് നടന്നു ചെന്നു. അവൾ എന്താണ് നോക്കുന്നതെന്ന് നോക്കി. കർത്താവേ, എന്റെ ഡയറി. ഞാൻ എന്തെങ്കിലും സങ്കടം വരുമ്പോഴോ സന്തോഷം വരുമ്പോഴോ കുത്തിക്കുറിക്കുന്ന എന്റെ ഡയറി. ഞാൻ അവസാനമായി എന്നാണ് അതിലെഴുതിയതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഓർമ്മ വന്നു, അവളെ ആദ്യമായി കണ്ടെന്ന്. അവളത് കണ്ടു കാണുമോ? കണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഇങ്ങനെ തുടങ്ങി ഒരു 100 ചോദ്യം എന്റെ ഉള്ളിലൂടെ കടന്നുപോയി. കൂടുതൽ വായിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്, വാ നമുക്കുണ്ടാക്കാൻ തുടങ്ങാം. അവൾ തിടുക്കമൊന്നും കാണിക്കാതെ പതിയെ ഡയറി മടക്കി വെച്ചു. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് എന്റെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, ഞാൻ ഈ സാരി ഉടുത്തോണ്ട് തന്നെ അടുക്കളയിൽ കയറണോ? വേണ്ട, നിനക്ക് വേറെ ഡ്രസ് ഞാൻ തരാം, വാ. ഞാൻ അവളെ അനിയത്തിയുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലിടാനുള്ളതെല്ലാം ദാ ഈ താഴത്തെ കള്ളിയിലുണ്ട്. ഏതാണെന്ന് വെച്ചാൽ ഇട്ടിട്ട് താഴേക്ക് വാ. ഇതും പറഞ്ഞു ഞാൻ മുറി വിട്ട് പുറത്തേക്കിറങ്ങി. നേരെ അടുക്കളയിലെത്തി ബീഫ് കഴുകി വൃത്തിയാക്കി വേവിക്കാൻ വെച്ചു. ആ സമയം കൊണ്ട് പുട്ടുണ്ടാക്കാൻ പൊടി നനച്ചു. അപ്പോഴേക്കും അവളും എത്തി, ഒരു ടീഷർട്ടും 3/4 ഇട്ടുകൊണ്ട്. ടീഷർട്ട് നല്ല അയവായതിനാൽ തോളിൽ നിന്ന് ഊർന്നു വീഴാൻ നിൽക്കുന്ന പോലെ തോന്നി. അവളെ അൺകംഫർട്ടബിൾ ആക്കണ്ട എന്ന് വെച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല. മോൾ പുട്ടുണ്ടാക്കിക്കോ, ഇച്ചാൻ ബീഫ് കറി വെക്കാം. ഞാൻ നനച്ചു വെച്ച പുട്ടുപൊടിയും തേങ്ങ ചെരുവി വെച്ചതും എടുത്തുകൊടുത്തു പറഞ്ഞു. ഇച്ചായ, ഇത്തിരി ഓവർ ആവുന്നുണ്ടോ എന്നൊരു സംശയം. അവൾ ഇത്തിരി നീട്ടി പറഞ്ഞു. ഓ പിന്നെ, ഇനിയിപ്പോ ഫോർമാലിറ്റി ഒക്കെ എന്നാത്തിനാ? ശരി ശരി, ഒരാക്കിയ ചിരി സമ്മാനിച്ചവൾ പറഞ്ഞു. ഞാൻ സവാളയും തക്കാളിയും എടുത്ത് കറി വെക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ശ്രമം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ടൊക്കെ വെക്കും. പക്ഷെ വീട്ടിൽ അങ്ങനെ അവസരം കിട്ടാത്തത് കൊണ്ട് എല്ലാവർക്കും എന്റെ കഴിവ് അത്ര കണ്ട് അറിഞ്ഞുകൂടാ. സാരമില്ല, ഇവളെ ഞെട്ടിക്കാം. ഉണ്ടാക്കി വന്നപ്പോൾ സമയം 4 മണി ആവാറായി. കഴിക്കാനായി എല്ലാം ടേബിളിൽ എടുത്തു വെച്ച് ഞങ്ങൾ ഇരുന്നു. നോട്ട് ബാഡ്, ബീഫ് കറി കൊള്ളാം. താൻ കൊള്ളാലോ ഇച്ചായ. തന്നെ കെട്ടുന്നവൾ രക്ഷപ്പെട്ടു. അവളുടെ കാലുകൊണ്ട് എന്റെ കാലിൽ തട്ടിയിട്ട് പറഞ്ഞു. ആ,
ഞാനൊന്നും ഉണ്ടാക്കാൻ പോണില്ല, നീയായിട്ട് പറയാതിരുന്നാൽ മതി, ഞാൻ പറഞ്ഞു. ആരോട്? സംശയരൂപത്തിൽ അവൾ എന്നോട് ചോദിച്ചു. എന്റെ കെട്ടിയോളോട്. ഞാനൊരു ബീഫ് കഷ്ണം വായിൽ വെച്ച് ചവച്ചുകൊണ്ട് പറഞ്ഞു. ഓ അങ്ങനെ. അവളുടെ മുഖത്തിനൊരു വാട്ടം വന്നോ? അതോ എനിക്ക് തോന്നിയതാണോ? കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റു. ഡിന്നർ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ എന്റെ മുറിയിലേക്ക് പോയി. ഇവിടെ ഒറ്റയ്ക്ക് എന്റെ കൂടെ ആയിരിക്കുന്നതിൽ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ സാർ ഉദ്ദേശിച്ചത്? അവളുടെ സ്ഥിരം കുസൃതി നിറഞ്ഞ മുഖത്തോടെ എന്നോട് ചോദിച്ചു. അല്ല, ഒരാണും പെണ്ണും മാത്രം ഒറ്റയ്ക്കിങ്ങനെ. ഞാൻ നിലത്ത് കാലുകൊണ്ട് ചിത്രം വരയ്ക്കുന്ന പോലെ നിന്നുകൊണ്ട് പറഞ്ഞു. അമേരിക്കയിൽ വളർന്ന എന്നോടോ ഈ ചോദ്യം? എന്നെ ശ്രദ്ധിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ എന്നെ നോക്കാതെ തന്നെ പറഞ്ഞു. ഉയ്യോ, നിർത്ത് നിർത്ത്. കത്തി. ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഞാൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. എനിക്കങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഭയമുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ വീട്ടിൽ കേറില്ലായിരുന്നു. അലങ്കോലമായ മുടി ശരിയാക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അവളുടെ അരികിൽ ബെഡിൽ ചാരി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ കിടന്നു. എന്താ? അവളും അരികിൽ ചാരി കിടന്ന് എന്നെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ? ആസ്ക്. എത്ര കിലോ പുട്ടിയുണ്ട് മുഖത്ത്? ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഡോറിനടുത്തേക്ക് ഓടിക്കൊണ്ട് ഞാൻ ചോദിച്ചു. യു ബ്ലഡി. കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തെറിഞ്ഞ് എന്റെ പിന്നാലെ അവൾ ഓട്ടി വന്നു. ഓക്കെ ഓക്കെ, ടൈം ഔട്ട്. ഞാൻ അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു. രണ്ട് മുട്ടിന്മേലും കൈകൾ കുത്തിക്കൊണ്ട് അവൾ നിന്ന് കിതച്ചു. ഞാൻ അവളുടെ അടുത്ത് ചെന്ന് മുഖത്തിന്റെ ചൂണ്ടുവിരൽ കൊണ്ട് ഒന്ന് തോണ്ടിക്കൊണ്ട് പറഞ്ഞു. എന്നാ വേണ്ട, എത്ര കനത്തിലുണ്ടെന്ന് പറഞ്ഞാൽ മതി. നിന്ന നിൽപ്പിൽ തിരിഞ്ഞ് ഞാൻ പിന്നെയും ഓട്ടി കിച്ചണിലേക്ക്. ആ എന്റെ അമ്മച്ചി. ഈ വിളി കേട്ട് തിരിഞ്ഞു നോക്കിയ ഞാൻ കണ്ടത് പാതി വഴിയിൽ കുത്തിയിരിക്കുന്ന അവളെയാണ്. എഴുന്നേക്കാൻ ശ്രമിച്ചിട്ട് പറ്റാതെ അവൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇതവളുടെ അടവാണോ എന്നറിയാത്തതുകൊണ്ട് പതുക്കെ അവളുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. അവൾ എന്നെ നോക്കുന്നു പോലുമില്ലായിരുന്നു. നടുവിൽ കൈകുത്തി വേദനയാൽ പുളയുന്ന അവളെ കണ്ടപ്പോൾ എനിക്ക് കളി കാര്യമായി എന്ന് മനസ്സിലായി. സോറി സോറി. എണീക്കാൻ പറ്റുമോ? അതോ ഞാൻ എടുക്കണോ? കൈകൾ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളോട് ഞാൻ ചോദിച്ചു. രണ്ട് കൈയും എന്റെ നേരെ നീട്ടി അവൾ അവിടെ തന്നെ ഇരുന്നു. അത്ര കണ്ട് ഭാരമില്ലാത്തതുകൊണ്ട് ഞാൻ അവളെ പൊക്കിയെടുത്ത് എന്റെ റൂമിലേക്ക് നടന്നു. ബെഡിൽ കിടത്തി ഞാൻ അരികിൽ തന്നെ ഇരുന്നു. നല്ല വേദനയുണ്ടോ? ആ, എന്ത് ചോദ്യമാണോ ഇച്ഛായ? നടുവും കുത്തി വീണാൽ പിന്നെ സുഖമാണോ ഉണ്ടാവുക? അവൾ പരിഭവത്തോടെ പറഞ്ഞു. നല്ല വേദനയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ വേവലാതിയോടെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അതൊന്നും വേണ്ട, കുറച്ചു നേരം ഇവിടെ കിടക്കാം, മാറിക്കോളും. അവൾ എന്നെ തടഞ്ഞു. എന്നാ ഞാൻ കുറച്ച് ഐസ് എടുത്തു തരാം, വേദന കുറയും. ഞാൻ ഐസ് ക്യൂബ്സ് എടുക്കാനായി കിച്ചണിലേക്ക് പോന്നു. വെള്ളമടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഐസ് ക്യൂബ്സ് ഉണ്ടാക്കാൻ വെക്കാറൊന്നുമില്ല. എങ്ങാനും ഇരിപ്പുണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ പോയി മേടിക്കേണ്ടി വരും. ഭാഗ്യം, കുറച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ തവണ എന്തോ ആവശ്യത്തിന് വാങ്ങിച്ചതിന്റെ ബാക്കി. ഞാനത് എടുത്ത് ഒരു പോളിത്തീൻ കവറിലാക്കി തിരിച്ചു റൂമിലേക്ക് തന്നെ ചെന്നു. നെറ്റിയിൽ കൈ മടക്കി വെച്ച് കിടക്കുകയാണ് ആൾ. കണ്ണടച്ചിട്ടുണ്ട്. ഞാൻ അരികിൽ ചെന്ന് അവളെ വിളിച്ചു. ദാ, ഇതെടുത്ത് നടുവിന് വെക്ക്, കുറച്ച് സമാധാനമുണ്ടാവും. ഞാൻ ഐസ് ബാഗ് എടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവൾ പതിയെ എഴുന്നേറ്റ് എന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ചെയ്തോളാം. അതെന്നോട് പുറത്തോട്ട് പോകാൻ പറഞ്ഞതാണെന്ന് ഊഹിച്ച് ഞാൻ എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് നടന്നു. ഹാളിൽ ഇരുന്ന് TV ഓൺ ചെയ്ത് നെറ്റ്ഫ്ലിക്സ് എടുത്ത് ചുമ്മാ ഓരോന്ന് എടുത്തു വെക്കാൻ തുടങ്ങി. എനിക്ക് ക്ഷമ തീരെ ഇല്ലാത്തതുകൊണ്ട് കണ്ടിട്ട് മുഴുവനാക്കാത്ത സീരീസുകൾ ഡസൻ കണക്കിനുണ്ട്. കണ്ടു തുടങ്ങി 2 എപ്പിസോഡ് കഴിഞ്ഞാൽ ബാക്കി കഥ വിക്കിപീഡിയ നോക്കി വായിക്കും. പിന്നെന്തിനാ കാണുന്ന അല്ല പിന്നെ. എന്നാലും ഇഷ്ടപ്പെട്ട് മുഴുവനാക്കിയ സീരീസുകളുമുണ്ട്. സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ അതിൽ പെട്ടതാണ്. പുതിയതായി കാണാൻ തുടങ്ങിയ ദി മാൻ ഫ്രം അനദർ പ്ലാനറ്റ് 2ാമത്തെ എപ്പിസോഡ് എടുത്തു വെച്ചു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സോഫിയയുടെ അനക്കമൊന്നും കേൾക്കാത്തതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് റൂമിനടുത്തേക്ക് നടന്നു. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.